പി കെ ഗോപൻ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് എന്താണ് നേരെയുള്ള മറുപടി? വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തെറ്റ് ചെയ്തതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും വലിയ നുണ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ പറയാൻ പറ്റുമോ ഷാനി? ഇന്ന് കേരളം ചോദിക്കുന്ന ചോദ്യം അതല്ലേ? അതെപ്പോ അഴകെ ഉണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ പറഞ്ഞ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളുടെ ഒരു ശൃംഖല നമ്മുടെ മുമ്പിലുണ്ട്. അത് വലിയ തോതിൽ. പക്ഷെ ഇന്ന് എന്തിനാണ് അദ്ദേഹം ഇത്രയും വലിയ നുണ കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ പരിശ്രമിച്ചത്? ദേശാഭിമാനിയാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. അതാ നിന്റെ വിഷമം. അങ്ങനെയാണെങ്കിൽ ഇനി ആ തർക്കത്തിന് വേണ്ടി അത് അംഗീകരിച്ചാൽ തന്നെ ഒരു പത്രം അത് പുറത്തു കൊണ്ടുവന്നാൽ നിങ്ങളുടെ പത്രം ഏതെല്ലാം, നിങ്ങളുടെ ചാനൽ ഏതെല്ലാം വാർത്ത മുമ്പേ കൊണ്ടുവരുന്നത്? അതെല്ലാം നിങ്ങളുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിട്ടാണോ ആ വാർത്ത കൊണ്ടുവരുന്നത്? ജൂൺ മാസം ആദ്യം താങ്കൾ പറഞ്ഞതുപോലെ ദേശാഭിമാനിയിൽ മാത്രമല്ല മറ്റ് പത്രങ്ങളിലും ഈ വാർത്ത വരുന്നു. അപ്പോഴൊന്നുമില്ലാത്ത ആശങ്ക, അപ്പോഴൊന്നും CPM-ന്റെ ഒരു നേതാക്കളും ഇതേക്കുറിച്ച് ഒരാശങ്കയും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല ദേശാഭിമാനിയിലെ ആ വാർത്ത തന്നെ പോസിറ്റീവായാണ്. പിന്നീട് എപ്പോഴാണ് ഇത് കുത്തകയ്ക്കുള്ള കൈമാറ്റമായും സതീശന്റെ അദാനി ഇടപാടായും ഒക്കെ മാറിയത്? ഞങ്ങളുടെ നിലപാട് എന്താ അതിനകത്ത്? വിദേശ നിക്ഷേപം വേണ്ട എന്നല്ല ലോകത്തൊരിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. ഗവൺമെന്റിന്റെ സ്വത്ത് സ്വകാര്യ വ്യക്തികൾ അടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അതാണ്. അല്ലാതെ സ്വകാര്യ നിക്ഷേപം എത്ര വേണമെങ്കിലും നമ്മുടെ രാജ്യത്ത് വരണം. ഈ വ്യത്യാസമാണ് BJP കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം. സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നിക്ഷേപം വരുത്തുന്നതിനാണ് അവർക്ക് താല്പര്യം. ഞങ്ങൾക്കതല്ല. ജൂൺ മാസം ആദ്യ ആഴ്ചയിൽ തന്നെ MSC കമ്പനി അവിടെ ഓഹരി വാങ്ങാൻ പോകുന്നു എന്ന വിവരം അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പാർട്ടി എതിർക്കാതിരുന്നത്? അല്ല, MSP കമ്പനി ഓഹരി വാങ്ങിക്കുന്നതിന് ഞങ്ങൾക്ക് ഇപ്പോഴും എതിരല്ല. പിന്നെ നിഷ, MSCക്ക് മാത്രമായിട്ടൊരു കുത്തക മൊണോപ്പൊളി കൊടുക്കാൻ പറ്റില്ല. കാരണം MSC നല്ല ട്രാക്ക് റെക്കോർഡുള്ളൊരു കമ്പനിയല്ല. നേരത്തെ ശ്രീ ജിൻഡോ പറഞ്ഞു അവരുടെ പേരിൽ FIR പോലും എടുത്തില്ലെന്ന്. MSC കമ്പനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് LDF ഗവൺമെന്റ്. ആ കേസ് നിലനിൽക്കുകയാണ്. നമ്മുടെ ഒരു ശത്രുവായ നമുക്കെതിരായിട്ട് കേസ് നടത്തി അവിടെ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അതിന് നഷ്ടപരിഹാരം കൊടുക്കാത്ത മോശപ്പെട്ട ട്രാക്ക് റെക്കോർഡുള്ള കമ്പനി MSC. 1, 2, 6, 7 രാജ്യങ്ങളിൽ ഓർക്കുന്നുണ്ടോ ശ്രീ പി കെ ഗോപൻ? അത് പിന്നെ കേസെടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ അവരുമായിട്ട് ഇപ്പോഴും കേസ് പറയാ. അതുപോലെ തന്നെ 6-7 രാഷ്ട്രങ്ങളിൽ ഇവരുടെ പേരിലുള്ള കേസ് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട. ഞാൻ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാ. ഈ മംഗലാപുരം യാത്രയുമായി കൂട്ടിക്കുഴച്ച് എന്തിനിതിനെ ബന്ധിപ്പിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം. എന്താണ് ഈ മംഗലാപുരം യാത്രയിൽ MSC കമ്പനിയുടെ വരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സംസാരമെന്നാണ് CPM-ന് ആധികാരികമായി പറയാൻ കഴിയുക? നിഷയ്ക്ക് എന്താ വിഷമം? എനിക്ക് മുഖ്യമന്ത്രിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. നിഷ, നിങ്ങൾ ഈ ആവർത്തിച്ച് ചോദിക്കേണ്ട കാര്യത്തെ ഞാൻ അത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ആവർത്തിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെങ്കിലും ബോറാ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി എന്തിനാണ് മംഗലാപുരത്ത് പോയത്, എത്ര ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ്, ചാർട്ടേഡ് ഫ്ലൈറ്റ്, ആരാണ് പൈസ കൊടുത്തത്, ഇത്രയും കാര്യങ്ങൾ എന്താ പറഞ്ഞ കണ്ടതാരെയാ? നിസ്സാരമായ കാര്യങ്ങളല്ല അവിടെ കണ്ടിരിക്കുന്നത്. പറയൂ, എന്തൊക്കെയാണ് ഗുരുതരമായി നിങ്ങൾ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ? ഞങ്ങള് വീണ്ടും നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെടത്തില്ലെങ്കിൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പകൽ വെളിച്ചത്തിൽ ജീവിക്കുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. അദാനിയുടെ മംഗലാപുരം അദാനി എന്നെല്ലാം പറഞ്ഞ് എന്നെ എന്തിനെ അധിക്ഷേപിക്കുന്നു? മംഗലാപുരത്ത് പോയി മുഖ്യമന്ത്രി ഈ MSC കമ്പനിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയോ? അങ്ങനെ ചർച്ച നടത്തിയെങ്കിൽ അതിന് അധികാരപ്പെട്ട ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ഈ ചാർട്ടേഡ് വിമാനം ആരുടേതായിരുന്നു? ഇത്തരം കാര്യങ്ങൾ പ്രതിപക്ഷം പുറത്തുവിടേണ്ട. എന്തിനാണ് അത് പറയാൻ മടിക്കുന്നത്? അത് ശരി. അപ്പൊ നിഷയ്ക്ക് അറിയണ്ട, നിങ്ങൾക്ക് അറിയണ്ട ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിന്റെ പൈസ മനോരമയ്ക്ക് അറിയണ്ട, നിഷയ്ക്ക് അറിയണ്ട. അത് പ്രതിപക്ഷം പറഞ്ഞോണം അല്ലേ? അറിയണം. ശ്രീ ഗോപൻ അറിയണമെങ്കിൽ പോയ ആളിനോട് ചോദിക്കണ്ടേ, ഞങ്ങളോടല്ലേ ചോദിക്കണ്ടേ?
വളരെ വളരെ അപഹാസ്യവും പരിഹാസ്യവുമാണ് ഇതൊക്കെ കേട്ടോ. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഇത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അതെ ഞങ്ങളെങ്ങനെ പറയുന്നത് അദ്ദേഹമല്ലേ പറയണ്ടേ? ഫ്ലൈറ്റിന്റെ പൈസ നടത്തുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. മംഗലാപുരത്ത് പോയ അല്ല നിങ്ങൾ എന്തോ പറയുന്നേ? അല്ല അങ്ങെന്തോ പറയുന്നേ? മംഗലാപുരത്ത് പോയ ആള് പറയണ്ട മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുമ്പോൾ ആ കാര്യത്തിൽ വ്യക്തത വരുത്തണ്ടേ? ആ കാര്യത്തിൽ വ്യക്തത വരുത്തണ്ടേ? മുഖ്യമന്ത്രി ആരുടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി? മുഖ്യമന്ത്രി അവിടെ കണ്ട വ്യക്തിക്ക് വിഴിഞ്ഞ പോർട്ടുമായി എന്ത് ബന്ധമാണുള്ളത്? ഇതൊരു നടക്ക് പോണ മാതിരില്ല. മുഖ്യമന്ത്രി കണ്ടത് അദാനിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെയാ, കിഷോർ ഹൽവ. പേര് പറയാം, കിഷോർ ഹൽവ. നിഷേധിച്ചോ? അദാനിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ്. നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. നിഷയ്ക്ക് അറിയാമെങ്കിൽ നിഷയ്ക്ക് പറ. നിഷയ്ക്ക് അറിയില്ലല്ലോ. കിഷോർ അൽവ എനിക്കറിയാവുന്നിടത്തോളം കർണാടകയിൽ അവരുടെ കോർപ്പറേറ്റ് അഫയേഴ്സ് നോക്കുന്ന വ്യക്തിയാണ്, കോൺഗ്രസുമായി സഹകരിച്ചു പോകുന്ന വ്യക്തിയാണ്. അതിനപ്പുറത്തേക്ക് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അദാനിയുടെ ഓപ്പറേഷൻസിൽ ഈ കിഷോർ അൽവയ്ക്ക് എന്തെങ്കിലും പങ്കുള്ളതായി CPM അറിയാമോ? CPM പറയുന്നത് നിങ്ങൾ എത്ര അതിനെ ന്യായീകരിക്കാൻ പരിശ്രമിച്ചാലും അദാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒഫീഷ്യലാണ് കിഷോർ ഹൽവ. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ആരാണ് പണം കൊടുത്തത് ശ്രീ ഗോപൻ? ഇത്രയും ആരോപണം ഉന്നയിക്കുന്ന സ്ഥിതിക്ക് തെളിവ് സഹിതം പുറത്തുവിടണ്ടേ ശ്രീ ഗോപൻ? ആരാണ് ഈ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തത്? ആരാണ് അതിന്റെ പണം കൊടുത്തത്? എണീറ്റ് വരണ്ടേയിരുന്നു. ഞാൻ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ മാധ്യമമായ മനോരമ ചുമതല അവിടെ അഭ്യർത്ഥിക്കുക. മനോരമയുടെ ഏൽപ്പിക്കാൻ എനിക്ക് അധികാരമില്ല. മനോരമയുടെ അഭ്യർത്ഥിക്കുക, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അദാനി പോർട്സിലേക്ക് MSC ഷിപ്പിംഗ് കമ്പനി വരുന്നതിൽ മുഖ്യമന്ത്രി മെയ് 1-ാം തീയതി മംഗലാപുരത്ത് പോയി ചർച്ച നടത്തിയാണ് തീരുമാനമെടുത്തത് എന്ന ആരോപണം നിങ്ങളാണ് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ മുന്നിൽ അതിന് വിശ്വാസയോഗ്യമായി തെളിവ് വെക്കേണ്ടതും നിങ്ങളാണ് ശ്രീ PK ഗോപൻ. അത് മനോരമയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമത്തിന്റെ ഉത്തരവാദിത്തമല്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഡോക്ടർ ജിൻഡോ ജോൺ? അല്ല, ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയല്ല ഒന്നും അല്ലാതിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ആ യാത്ര നടത്തിയത്. അതിന്റെ പേരിൽ മറ്റാർക്കെങ്കിലും വ്യക്തിപരമായ സ്വകാര്യമായി ഏതെങ്കിലും ഫേവർ ചെയ്തതായിട്ട് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. തെളിവില്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് പറയരുത്. ഞാൻ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാം. നിങ്ങൾ ആക്ഷേപിക്കുന്ന ഇതേ അദാനി, ഗൗതം അദാനി 2015 ഡിസംബർ 5-ാം തീയതി AKG സെന്ററിൽ നേരിട്ട് വന്ന് പാർട്ടി സെക്രട്ടറിയെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്താ അവിടെ സംസാരിച്ചത്? നിങ്ങൾ എന്ത് സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടത്? നിങ്ങൾക്ക് എന്താ കിട്ടിയത്? തിരിച്ച് നിങ്ങൾ എന്ത് ഫേവറാ ചെയ്തത്? ഇത് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? ഗൗതം അദാനി നേരിട്ട് ചെന്ന് കണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഓഫീസ് CPM-ന്റെ തിരുവനന്തപുരത്ത് AKG സെന്ററാണ്. എന്തായിരുന്നു അവിടെ നടന്ന ചർച്ച? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. PD സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പാണല്ലോ നിങ്ങൾ ആരോപിക്കുന്ന യാത്ര നടത്തിയത്. അപ്പോ 5-ാം തീയതി നിങ്ങളുടെ തന്നെ സ്വന്തം പാർട്ടി പത്രത്തിൽ വരികയും ചെയ്തിട്ടും അത് LDF സർക്കാരിന്റെ ദീർഘവീക്ഷണമാണെന്ന് അച്ചു നിരത്തിയിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലേ VD സതീശന്റെ യാത്രയുടെ പ്രതിഫലനമാണ് ഇതെന്ന്? ചളമായെന്നാ തോന്നുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അന്നില്ലാത്ത പരാതി ഇപ്പൊ വരുന്നത് എങ്ങനെയാണ്? അതിന്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. അടുത്തത്, വിദേശ നിക്ഷേപം വരുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യും. നിങ്ങൾ ഒരുപാട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരും. ഞാൻ അത് പറയുന്നില്ല. 2 കാര്യം ഓർമ്മിപ്പിക്കാം. കെ കരുണാകരന്റെ കാലത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളുമായി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്റെ നെഞ്ചത്തു കൂടിയാണ് വിമാനം ഇറക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ S ശർമ്മ ആ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ഗവേണിംഗ് ബോഡിയിലെ മെമ്പർ ആയിരുന്നിരുന്നു. ഒരുപാട് സഖാക്കന്മാർക്ക് അവിടെ നിയമനം കൊടുത്തിട്ടുണ്ട്. സഹകരണ മേഖലയിൽ സ്വാശ്രയ കോളേജ് കൊണ്ടുവരുന്നത്, മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ 5 പേരെ വെടിവെച്ച് കൊല്ലിക്കാനുള്ള വഴിയും കൊടുത്തു. ഒരാളെ പുഷ്പനെ പിന്നീടും കൊലക്കി കൊടുത്തു. അതിനുശേഷം അവിടുത്തെ ഭരണസമിതിയിൽ നിങ്ങളാണ്. നിങ്ങളുടെ പാർട്ടി സഖാക്കന്മാർ അവിടുത്തെ ജോലിയിൽ പ്രവേശിച്ചു. നിങ്ങളുടെ സഖാക്കന്മാർ അവിടെ പഠിക്കാനും ജോലിക്കും മറ്റ് കൊള്ളയടിക്കാനും ഒക്കെ ചെല്ലുന്നുണ്ട്. നിങ്ങൾക്ക് വിദേശ നിക്ഷേപത്തെ കുറിച്ചിട്ടും സ്വകാര്യ നിക്ഷേപത്തെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഇരട്ട നിലപാട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കണ്ടതാണ്. ഉറക്കം വരുന്നു. MSC ഒരു മോശപ്പെട്ട കമ്പനിയാണെന്നാണ് ഗോപൻ ഈ ചർച്ചയിൽ 2-ാം ഊഴത്തിൽ പറഞ്ഞത്.
നീ എന്തിനാണ് പറയാൻ പോയത്? MSC മറ്റേ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട ഷിപ്മെന്റുകൾ കേസുകളിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഗോപ, പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മറ്റേ വിഴിഞ്ഞം തുറമുഖത്ത് വന്നിട്ടുള്ളതിൽ 99% കണ്ടെയ്നർ ഷിപ്മെന്റുകളും MSCയുടെ ആയിരുന്നു. നിങ്ങൾ എവിടെ നോക്കിയിരിക്കുകയായിരുന്നു? എല്ലാരും വിളിച്ചു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.